പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടുംബശ്രീക്ക് കീഴിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കുടുംബശ്രീ സംസ്ഥാന മിഷന് കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 32,550 രൂപ വരെ പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിലുള്ള ഡിഗ്രി യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തിക കൂടിയാണിത്. നമുക്ക് ഈ തസ്തികയെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടതെങ്ങനെ, യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് കരാറടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള സർക്കാരിന്റെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് 10 വൈകിട്ട് 5 മണി വരെയാണ്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികയിലേക്കുള്ള കരാറടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന തീയതി വരെയായിരിക്കും കരാർ കാലാവധി. അതിനുശേഷം ഉദ്യോഗാർത്ഥികളുടെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കരാർ കാലാവധി നീട്ടാനും സാധ്യതയുണ്ട്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BA ഓർ BSc ഓർ BCom ബിരുദമാണ്. കൂടാതെ സർക്കാർ പബ്ലിസിറ്റി ഓർഗനൈസേഷനിലോ പ്രൈവറ്റ് ഓർഗനൈസേഷനുകളിലെ പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റിലോ ന്യൂസ് പേപ്പർ ഏജൻസികളിലെ എഡിറ്റോറിയൽ വിഭാഗത്തിലോ 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രസ് ബുള്ളറ്റിനുകൾ, പ്രസ് പബ്ലിസിറ്റി ഹാൻഡ്ഔട്ട്സ് മുതലായവ തയ്യാറാക്കുന്നതിനുള്ള അറിവും ഉണ്ടായിരിക്കണം. അഭികാമ്യ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് സാഹിത്യം, കല, സംസ്കാരം, ഇക്കണോമിക്സ്, പൊളിറ്റിക്സ് എന്നീ മേഖലയിൽ ഏതിലെങ്കിലും ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഭാഷയിൽ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓർ മലയാളം ദിനപത്രങ്ങളിൽ എഡിറ്റോറിയൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്കും മുൻഗണനയുണ്ടായിരിക്കും. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 35 വയസ്സ് വരെയാണ്. 2026 ജനുവരി 31 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 32,550 രൂപയാണ്. ഇനി ഈ തസ്തികയുടെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. ഉദ്യോഗാർത്ഥികളുടെ ബയോഡാറ്റ സ്ക്രീനിംഗ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യരായവരെ ഇന്റർവ്യൂവിന് വിളിച്ച് അവരിൽ നിന്ന് അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ ആയിരിക്കും തെരഞ്ഞെടുക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എഴുത്തു പരീക്ഷയും ഇന്റർവ്യൂവുമോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇന്റർവ്യൂവുമോ ഏതാണ് അനുയോജ്യമായത് എന്ന രീതിയിൽ നിയമന പ്രക്രിയ നടത്തുന്നതിന് CMDക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള PSC, SSC തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് 10 വൈകിട്ട് 5 മണി വരെയാണ്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് പരീക്ഷാ ഫീസായി 500 രൂപ കൂടി അടയ്ക്കേണ്ടതുണ്ട്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അതോടൊപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കും ലഭ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 മാർച്ച് 10 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.